ഹായ്, നിങ്ങളെല്ലാം ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉള്ളിൽ പ്രഷർ ഫീൽ ചെയ്യാറില്ലേ? ഇങ്ങനെ ഫീൽ ചെയ്യുന്ന പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് രണ്ട് ടെക്നിക്സ് നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോണേ. സെൽഫ് ടോക്ക് എന്ന് പറയുന്ന ടെക്നിക്കാണ്. നമ്മളെക്കാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരാൾ ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. സോ അതുപോലെ തന്നെയാണ് മാച്ചിലെ സിറ്റുവേഷൻസിലും നമ്മൾക്ക് പ്രഷർ ഫീൽ ചെയ്യുന്ന സമയത്ത് പല സമയത്ത് ഇപ്പോൾ ബാറ്റിങ്ങിൽ നോൺ സ്ട്രൈക്കിലോ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ തന്നെയായിരിക്കും നമ്മളോട് കൂടുതൽ സംസാരിക്കുക. സോ അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സെൽഫ് ടോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മളിപ്പോൾ എന്ത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, ഈ സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് ബാറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫീൽഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ നിന്ന് എന്താണ് ടീം എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമുക്ക് കളിയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിൽ സംസാരിക്കുക, നമ്മളോട് തന്നെ സംസാരിക്കുക. ബട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് നമ്മളോടൊരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചിന്തിക്കാനും അതിനനുസരിച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാനും നമുക്ക് പറ്റണം. സോ ഇതിന് വേണ്ടിയാണ് നമ്മൾ സെൽഫ് ടോക്ക് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഒരുപാട് പേർക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടുന്ന ഒരു ടെക്നിക്കാണിത്. നിങ്ങളും മാച്ചസ് കളിക്കുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാറുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ബട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഏത് മെത്തേഡിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടതെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, ഒരു ബോൾ ഷോട്ട് കളിച്ചതിന് ശേഷം നെക്സ്റ്റ് ബോളിനിടയിലുള്ള ഗ്യാപ്പിൽ നിങ്ങൾക്കൊന്ന് സൈഡിലേക്ക് മാറി നിന്നിട്ട് നിങ്ങൾക്ക് ആ ബോൾ എങ്ങനെയാണ് മിസ്സായെന്നും എല്ലാം ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഷാഡോസ് ചെയ്ത് നോക്കാവുന്നതാണ്. ആ ഷോട്ടിനെ എങ്ങനെയായിരുന്നു ഞാൻ കളിക്കേണ്ടത്, എന്തുകൊണ്ടാണ് മിസ്സായെന്നുള്ളത് ഒരു ഷാഡോ ചെയ്ത് നോക്കിയതിന് ശേഷം തിരിച്ച് ക്രീസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അതുപോലത്തെ ഒരു ബോൾ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഈ ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.